ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ ബാക്കിയാണ്. അപ്പോൾ അരി തിളച്ചു, തെർമണി കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ്. അതിന് സാമ്പാർ ചൂടാക്കും. അപ്പോഴല്ല, അപ്പോൾ മാങ്ങ നന്നാക്കണം. ചെമ്മീനും ഉണക്ക ചെമ്മീനും മാങ്ങയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ച കൂട്ടാൻ. അപ്പോൾ അത് വെക്കാൻ വേണ്ടി മാങ്ങ നന്നാക്കിക്കൊണ്ട് വെക്കുകയാണ്. ഒരു മാങ്ങ ചെത്തൽ കഴിഞ്ഞതാണ്. അതിന് ഈ മാങ്ങ ഇത്തിരി ചനച്ചുണ്ട്, അപ്പോൾ ഇത്തിരി മധുരമുണ്ട്, പുളിയുണ്ട്. കുഞ്ഞുട്ടൽ ഒരു കഷ്ണം ചോദിച്ചതാണ്. പിന്നെ വീണ്ടും വന്നു മാങ്ങ താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മാങ്ങ ചെത്തിയിട്ട് ഫുള്ള് എടുക്കുന്നു. പിന്നെ എനിക്കതൊരു അളവുണ്ടായിരുന്നു. ഒരു ചെമ്മീൻ പാക്കറ്റിൽ ഒരു മാങ്ങ, പിന്നെ ഒരു മുറി നാളികേരം, അങ്ങനെയായിരുന്നു അളവ്. ആ രീതിക്കാണ് ഞാൻ ചെയ്തായിരുന്നത്. അപ്പോൾ പിന്നെ ആദ്യം ചെത്തിയ മാങ്ങയെന്ന് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ ഞാൻ വേറെ എടുത്ത് ചെത്തി. കുട്ടിയല്ലേ, കഴിക്കട്ടെ അവൻ, അങ്ങനെ വിചാരിച്ചു അവന് ഞാൻ കൊടുത്തു മാങ്ങ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി നോക്കുന്നുണ്ട്, TV കാണാണ് അവൻ. അപ്പോൾ ഞാൻ ആ മാങ്ങേന്നൊരു കഷ്ണം എടുത്തിട്ട് കഴിക്കാൻ നിന്ന്. നല്ല ടേസ്റ്റും ഉണ്ട്, മധുരവും ഉണ്ട്, ചെറിയ മധുരവും ഉണ്ട്. അതാണ് ഇഷ്ടപ്പെട്ടതാണ് കുഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ, ഉണക്ക ചെമ്മീനാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് കണ്ടിട്ടൊക്കെയാണ് ഇങ്ങനെ കൂട്ടാൻ വെച്ച് ചിലപ്പോൾ നോക്കാറുണ്ട്. ചില കൂട്ടാനൊക്കെ ഇങ്ങനെ അറിയണ രീതിയിൽ വയ്ക്കാറുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചിലതൊക്കെ ഓക്കെ ആയിട്ട് വരാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാറൊക്കെ. ഞാൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ എല്ലാത്തിലും ഇടും, അതാണ് പ്രശ്നം. കൂടാറ് കൂടുതൽ വരുമ്പോഴാണല്ലോ. ഉപ്പ് ഇട്ടില്ലെങ്കിലും കുറഞ്ഞാലും നമുക്ക് ഇടാം ഇനി ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ ഉപ്പ് കൂടിയതിനാൽ, കറിക്ക് ഉപ്പ് കൂടിയതിനാൽ പിന്നെ ആ കറി ആകതാവും. അങ്ങനെയൊക്കെ വരാണ്ട്. മാവിലൊക്കെ ചിലപ്പോൾ ഉപ്പ് കൂടും, ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ഇടും. അതിനൊന്നും അളവില്ലാണ്ട് അങ്ങനെ ഇട്ട് പോകാറുണ്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ആയിട്ട് അതിലിട്ടിട്ട് അരയ്ക്കുകയാണ്. സാധാരണ മീൻ വെക്കണ പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മീൻ കൂട്ടാൻ ഞാൻ വെക്കുന്ന രീതിയിൽ തന്നെയാണ്, അതേപോലെ രീതി തന്നെയാണ്. പിന്നെ അരച്ച് വെക്കണതിലാണ് നല്ല ടേസ്റ്റ് തോന്നുകയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് കീറിയിടാണ്, നടുകീറി ഒരു ഇഞ്ചി കഷ്ണം, ചെറിയൊരു പീസ്. കൂട്ടാനിൽ ഇഞ്ചി കടിക്കാനും പാടില്ല, എന്നാൽ വേണം അതിന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ ഈ വീഡിയോയുടെ ബാക്കി വീഡിയോ ഇടും. 3 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അങ്ങനെ എടുത്തു വെച്ചു, അങ്ങനെ ഇടാൻ